ഈ കേക്കിന്റെ ഷേപ്പും ലുക്കൊക്കെ കണ്ടാൽ തന്നെ അറിയാലോ എന്താ ഉണ്ടാക്കണേന്ന്. ക്രിസ്മസ് ഒക്കെ അല്ലേ, സ്ഥിരം ഒരുപോലത്തെ കേക്കുകൾ കണ്ട് നിങ്ങൾ തന്നെ മടുത്തിട്ടുണ്ടാവില്ലേ? അല്ല, ഞാൻ തന്നെ മടുത്തു ഒരുപോലെ റെഡ്, ഗ്രീൻ, വൈറ്റ് തീമിൽ കേക്കുകൾ ഉണ്ടാക്കിയിട്ട്. എന്ന് വെച്ച് ഇപ്രാവശ്യം ചെയ്ത എല്ലാ കേക്കും വെറൈറ്റി ആണെന്നല്ല. പക്ഷേ എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്ന കുറച്ച് കേക്കുകളുണ്ട്. അതിലെൻ്റെ ക്രിയേറ്റിവിറ്റി ഞാൻ പരമാവധി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്രാവശ്യത്തെ ക്രിസ്മസിൻ്റെ കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ടുള്ള കേക്ക്സ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇടാം. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണെന്ന് പറയാൻ മറക്കല്ലേ. ഈ വർഷം ക്രിസ്മസിൽ ഈ ഒരു ടൈപ്പ് കേക്ക് ഞാൻ കുറേ കണ്ടു. അപ്പം തൊട്ട് വിചാരിച്ചതാ ഒരെണ്ണെങ്കിലും ഉണ്ടാക്കണം. എൻ്റെ സങ്കല്പത്തേക്കാളും അടിപൊളിയായി എന്നാണ് സത്യം. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ 2 കേക്കിൻ്റെ റെഫറൻസ് ഒക്കെ തന്നിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയത്. ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചില്ല ഇത്ര അടിപൊളിയാവുന്നു. അടുത്ത കേക്ക് എൻ്റെ ഇഷ്ടത്തിന് വിട്ടുന്നതായിരുന്നു. ഈ കേക്ക് കണ്ട് അവർ തന്നെ സർപ്രൈസ് ആയി പോയി. ഈ ഒരു തീം ഞാൻ 2 കൊല്ലം എൻ്റെ മനസ്സിൽ വെച്ച് നടക്കുന്നതാ. അവസാനം അത് ഈ വർഷം സാധിച്ചെടുത്തു. കൊള്ളാം, ഒരു ചെറിയ വെറൈറ്റി ഒക്കെ ഉണ്ട്. ഇത് അംഗൻവാടിയിലേക്കുള്ള കേക്കായിരുന്നു. ഈ ഡിസൈൻ റൗണ്ട് കേക്കിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്രാവശ്യം അതൊന്ന് റെക്ടാങ്കിൾ ചെയ്യാന്ന് കരുതി. ഒരു സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് അംഗൻവാടിയിലേക്കുള്ളതായിരുന്നു എന്ന്. ഒരു 1 kg കേക്ക് 8 പേസ്ട്രീസ് ആയിട്ട് കട്ട് ചെയ്യണം. അതിനൊരു ക്രിസ്മസ് തീമും വേണം. അതായിരുന്നു ഈ കേക്കിന്റെ കണ്ടീഷൻസ്. ഇനി അടുത്ത കേക്ക് ചെയ്യാൻ കുറച്ചുകൂടി എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇത് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ക്രിസ്മസ് വൈബ് അതുണ്ട്. ഈ ഒരു കേക്കാണെങ്കിലോ ക്രിസ്മസിനേക്കാളും കൂടുതൽ ഒരു ന്യൂ ഇയർ വൈബ്. ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ക്രിസ്മസ്. കുറച്ച് തിരക്കായി പോയി. ഇന്നലെ പറയാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് പറയാം. ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.